CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട്ടിൽ കരൂരിൽ സന്ദർശനം നടത്തി. ദുരന്തം നടന്ന സ്ഥലവും ചികിത്സയിൽ കഴിയുന്നവരെയും മരിച്ചവരുടെ വീടുകളിലുമായിരുന്നു സന്ദർശനം. തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും MA ബേബി ആവശ്യപ്പെടുകയുണ്ടായി. വിശദവിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും CPIM-ന്റെ MPമാരായ K രാധാകൃഷ്ണൻ, ഡോക്ടർ V ശിവദാസൻ, സച്ചിദാനന്ദം തുടങ്ങിയ MPമാരും അതേപോലെ തന്നെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം U വാസുകിയുടെയും നേതൃത്വത്തിലായിരുന്നു കരൂരിലെ ദുരിത ഭൂമി സന്ദർശിച്ചത്. ദുരിതത്തിൽ അകപ്പെട്ട് മരിച്ചവരുടെ വീടുകളും അതേപോലെ തന്നെ ദുരിതത്തിൽ പരിക്കേറ്റവരെയും CPIM സംഘം സന്ദർശിച്ചു. മാത്രമല്ല, ദുരിതം നടന്ന വേലുച്ചാമിപുരത്തും CPIM-ന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. ദുരിതത്തിൽ മരിച്ചവരുടെ വീടുകളിൽ CPIM ജനറൽ സെക്രട്ടറിയും സംഘവും എത്തിയപ്പോൾ ഏറെ വൈകാരികമായ കാഴ്ചകളാണ് കണ്ടത്. അതായത് അമ്മയെ നഷ്ടപ്പെട്ട മക്കൾ, അതേപോലെ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ, മക്കളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ നിരവധി പേരാണ്, 41ഓളം പേരാണ് കരൂരിലുണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ടത്. വലിയ വീഴ്ചയാണ് കരൂരിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ TVKയുടെ റാലിയുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് CPIM-ന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു. അതായത് ഓരോ വീഴ്ചകളും എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വിമർശനം. അപ്പോൾ വാഹനം ഇങ്ങനെ ഇഞ്ചിഞ്ചായി അവിടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ അടിയിൽ പെടാതിരിക്കാൻ ആളുകൾ പരക്കം പായുന്നു. അതിനിടയ്ക്കാണ് വെള്ളം കിട്ടാതെ ദാഹിക്കുന്നവർക്ക് ഈ കുറേ കുപ്പിവെള്ളം ഈ വിജയ് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വിജയ് വലിച്ചെറിഞ്ഞ കുപ്പിവെള്ളം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ തിക്കും തിരക്കുമാണ്. വിജയോടുള്ള ആരാധന കൊണ്ട് വിജയ് എറിഞ്ഞു തന്ന കുപ്പിവെള്ളം എനിക്ക് കിട്ടി, അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയുള്ള തിക്കും തിരക്കും അത് ഈ സ്റ്റാമ്പേഡ് മൂർച്ഛിപ്പിക്കാൻ ഇടയാക്കി. CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും സംഘവും സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. കൃത്യമായ രീതിയിൽ തമിഴ്നാട് സർക്കാർ ചെയ്ത കാര്യങ്ങളും അതേപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകളെക്കുറിച്ചൊക്കെ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു. CPIM കൃത്യമായ രീതിയിൽ തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ദുരിതത്തിൽ അകപ്പെട്ട് മരിച്ചവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് തമിഴ്നാട് സർക്കാർ ജോലി നൽകണമെന്ന കാര്യം CPIM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദുരിതത്തിൽ അകപ്പെട്ട് മരിച്ചവരിൽ ചിലർ മാക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലടക്കം CPIM കൃത്യമായി ഇടപെടുമെന്ന് CPIM ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്.